അല്ലേ ഇനിയിപ്പോ ധൈര്യമായിട്ട് ഓടാല്ല. വണ്ടി എടുത്ത് ഒരാഴ്ച കഴിഞ്ഞപ്പോ വരണ്ടായിരുന്നു ഞാൻ ഓർക്കുമായിരുന്നു. അടുത്തേക്ക് ഒരാഴ്ച വരുമ്പോ ഒരാഴ്ച കഴിഞ്ഞ് വരണ്ടായിരുന്നു. ഇപ്പൊ ഞാൻ അതല്ലേ അപ്പൊ ചങ്ക അത്ര പോകൂലായിരുന്നല്ലേ. ശരി, അപ്പൊ രാജൻ ഇവിടം വരെ വന്നതില് ഹാപ്പി ആണല്ലേ? ഇത്രയും കിലോമീറ്റർ ഓടിച്ച് വന്നതില് സന്തോഷമായി. ഉമ്മന്നൊക്കെ പാടാൻ. ഇത് 2018 ആദ്യത്തെ CNG ആണ് ആപ്പേടാ. ഒരു മിനിറ്റ് അതെടുക്കാം. 2018 BS4. ഞാൻ പറയണത് കേക്ക്. 2018 BS4 CNG ആപ്പേ. നോക്കിയേ, ആദ്യം ഇറങ്ങിയ ആപ്പയുടെ എഞ്ചിൻ. ഇവനൊക്കെ ആപ്പ സ്നേഹിട്ടാ. ആപ്പ സ്നേഹി പോയി വണ്ടി എടുത്തിട്ട് പണി കിട്ടിയ വണ്ടിയാണ് ഇത്. 2018 ആപ്പ നിർത്തിക്കളഞ്ഞി. ഇവ രാജന്റെ ചിരി കണ്ടോട്ടാ. ചാടിച്ചോ ചിരി വയ്ക്കോട്ടാ, ചിരി വയ്ക്കോ രാജൻ. ഹായ് സുഹൃത്തുക്കളെ, ഞാൻ മുനീർ. ഓട്ടോക്കാരൻ വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം. നമ്മുടെ ഇന്നത്തെ വീഡിയോ ഞാനിപ്പോ വർക്കിലാണ് കേട്ടാ. ബജാജ് XYD ഡീസൽ ഓട്ടോറിക്ഷയുടെ സ്പ്രിങ് മാറിക്കൊണ്ടിരിക്കുകയാണ്. കണ്ട, ഇവിടെ നല്ല കിളിനാദമൊക്കെ കേട്ട് ഞാൻ ഇങ്ങനെ വർക്ക് ചെയ്തുകൊണ്ടിരിക്കുന്നതാണ്. ഇപ്രാവശ്യം വന്നിരിക്കുന്നത് കോട്ടയത്ത് നിന്ന് രാജനോട് തന്നെ നമുക്ക് അഭിപ്രായം ചോദിക്കാം. പിന്നെ ഞാനിങ്ങനെ തുടരെ സ്പ്രിങ് മാറുന്ന വീഡിയോ ഇട്ടിട്ട് നിങ്ങളെ ബോറടിപ്പിക്കുന്നില്ല കേട്ടാ. അപ്പൊ ഇതൊരു പ്രത്യേക കാര്യം കൂടി പറയാൻ വേണ്ടിയിട്ടാണ് ഞാൻ ഈ വീഡിയോ ചെയ്യുന്നത്. എന്തായാലും നമുക്ക് രാജൻ ചേട്ടന്റെ അഭിപ്രായം കേൾക്കാം. അതായത് സ്പ്രിങ് മാറുന്നതിന് മുമ്പ് ഇപ്പൊ മാറ്റിയിട്ടില്ല, ഫ്രണ്ടിലെ സ്പ്രിങ് മാറിയിട്ടുണ്ട്, ഇനി ബാക്കിലെ സ്പ്രിങ് കൂടി മാറണം. രാജൻ കോട്ടയത്ത് നിന്ന് കാലത്തെ പുറപ്പെട്ടില്ല. അവിടെ എത്ര കിലോമീറ്റർ ഉണ്ട്? 70 കിലോമീറ്റർ ഉണ്ടാവും. 72 കിലോമീറ്റർ. പുള്ളി ഗൂഗിൾ മാപ്പ് ഒന്നും ഇല്ലാതെ ചോദിച്ചാണ് ഇവിടെ എത്തിയത് അല്ലേ? വരാൻ ബുദ്ധിമുട്ടുണ്ടായാ? അതല്ലേ. ഓക്കെ. ഇത്രയും ദൂരം ആദ്യമായിട്ടാണ് വരുന്നത്? എറണാകുളത്ത് ആദ്യമായിട്ടാണ് വരുന്നത്? കോട്ടയത്ത് നിന്ന് ഓട്ടം? അതെ അല്ലേ. അപ്പൊ എങ്ങനെയുണ്ട്? വഴിയൊക്കെ എങ്ങനെയുണ്ടായി? സൂപ്പർ വഴിയാ. അതെ അല്ലേ. അപ്പൊ നമ്മ ഇതിനു മുമ്പ്, അതായത് നമ്മളിപ്പോ ഫ്രണ്ടില് സ്പ്രിങ് ഇട്ടല്ല, എങ്ങനെയുണ്ട്? ആക്ഷൻ നോക്കിട്ട് എങ്ങനെയുണ്ട്? ആ ചിരി നോക്കി, ആ സന്തോഷം കണ്ട്, ഈ സന്തോഷം കാണുമ്പോഴാട്ടാ നമ്മുടെ മനസ്സിലൊരു തൃപ്തി വന്നത്. നമുക്ക് നമ്മളിങ്ങനെ വെച്ച് കഴിഞ്ഞാൽ വണ്ടി അനങ്ങത്തില്ല, നമ്മൾ അനങ്ങുന്നല്ല. ഇപ്പൊ നല്ല എന്തുപോലെ ചക്കപ്പഴം പോലെ. അത് കോട്ടയംകാരുടെ ഭാഷ തോന്നല്ലേ, ചക്കപ്പഴം. അപ്പൊ ഫ്രണ്ടിലെ സ്പ്രിങ് മാറിയിട്ടുണ്ട്, ഇനി ബാക്കിലെ സ്പ്രിങ് കൂടി മാറി ഒന്ന് ഓടിച്ചു നോക്കിയതിന് ശേഷം ഇപ്പൊ എനിക്ക് പറയാനുള്ള ചില കാര്യങ്ങളും കൂടി അതും കൂടി ഞാൻ പറയാട്ടാ. അപ്പൊ ഞാൻ നേരത്തെ പറയുന്ന പോലെ തുടരെ ഈ സ്പ്രിങ് മാറുന്ന വീഡിയോ ഇട്ടിട്ട് ബോറടിപ്പിക്കാനല്ല ഞാൻ വന്നത്, കുറച്ച് കാര്യങ്ങൾ പറയാനാണ്. അപ്പൊ നമുക്ക് ബാക്കിലെ സ്പ്രിങ് കൂടി മാറിയിട്ട് ഒന്ന് ഓടിച്ചു നോക്കാം. ഓടിച്ചു നോക്കി കഴിഞ്ഞിട്ട് അഭിപ്രായം പറയണം കേട്ടാ. അപ്പൊ ഞാൻ കാണിച്ചുതരാം. ഇപ്പൊ ഫ്രണ്ട് സ്പ്രിങ് മാറിയിട്ടുണ്ടെന്ന് ഞാൻ പറഞ്ഞായിരുന്നു. അപ്പൊ അതിന്റെ ഒരു ആക്ഷൻ കാണിച്ചു തരാം കേട്ടാ. എന്നാൽ നമുക്ക് സമയം കളയാതെ വീഡിയോയിലേക്ക് പോയാലോ? അതോടൊപ്പം നമുക്ക് രാജനെ പെട്ടെന്ന് വിടണം കേട്ടാ, പുള്ളിക്ക് അവിടെ എത്താനുള്ളതാണ്. എന്താ വന്ന വർക്ക് സക്സസ് ആണെങ്കിൽ കുഴപ്പമില്ല അല്ലെ, ഹാപ്പി ആണല്ലേ? ആ ചിരി കാണുമ്പോ തന്നെ അറിയാം. ഫ്രണ്ടിലെ സ്പ്രിങ് മാറുമ്പോ ഭയങ്കര ചിരി, ബാക്കിലെ സ്പ്രിങ് കൂടി മാറുമ്പോ എങ്ങനെയാന്ന് നമുക്ക് രാജനോട് തന്നെ ചോദിച്ചു മനസ്സിലാക്കാം. ഓക്കെ. സ്നേഹിതനെ രഹസ്യ സ്നേഹിതനെ, പേരൊക്കെ സ്നേഹിതൻ. എന്താ ബോഡി വർക്ക് ഒന്നും കഴിഞ്ഞിട്ടില്ല കേട്ടാ, ഒന്ന് വലിച്ചടിച്ചിട്ടുണ്ട്. അതോടൊപ്പം ഇന്നർ ചെയ്തിട്ടുണ്ട് അല്ലേ രാജ? ഇന്നർ ചെയ്തിട്ടുണ്ട്. നോക്കിയേ, നല്ല അടിപൊളി ലുക്കാണ് കേട്ടാ. അപ്പോൾസറി ചെയ്തിട്ടുണ്ട് കേട്ടാ. സീറ്റ് എന്താ രാജൻ എത്ര കിലോമീറ്റർ ഓടിയിട്ടുണ്ട്? 8,000 കിലോമീറ്റർ ഓടിയിട്ടുള്ളൂ. എങ്ങനെയുണ്ട് വണ്ടി? അതെ അല്ലേ. ഓ, ഒന്നും പറയാനില്ല അല്ലേ. ഈ ചാട്ടം കൂടി ഒന്ന് മാറിക്കിട്ടണം അല്ലേ? അതെ അല്ലേ. അപ്പൊ നമ്മ ഫ്രണ്ട് സ്പ്രിങ് മാറിയിട്ടില്ല, ഒന്ന് ആക്ഷൻ ഒന്ന് കാണിച്ചാലോ നമുക്ക്? ആട്ടെ. ഒന്നുകൂടി ആട്ടിയേ. വണ്ടി താർന്നു നോക്കിയേ. സന്തോഷായ? ഫ്രണ്ട് കണ്ടപ്പോ സന്തോഷായ?
അപ്പൊ നമുക്ക് ബാക്കും കൂടി മാറാട്ടാ. സ്നേഹിതന്റെ 3 വീലിന്റെയും സ്പ്രിങ് മാറിയിട്ടാ. രാജൻ അങ്ങോട്ട് മാറി നിക്കാണ്, വണ്ടി ദൂരെ നിന്ന് നോക്കേണ്ടാ. രാജൻ എങ്ങനെയുണ്ട് നേരത്തെ ആ പൊസിഷൻ, വണ്ടിയുടെ നിൽപ്പ്? അതല്ലേ, ഇപ്പൊ ലെവലായില്ലേ വണ്ടി? ആദ്യം എങ്ങനെയായിരുന്നു? ലെവലല്ലേ? നാട്ടി നോക്കിയേ. എങ്ങനെയുണ്ട്? അതല്ലേ? പിന്നെ രാജൻ കുറച്ചുകൂടി ഓടിക്കഴിയുമ്പോ നമ്മ ബാക്കിലെ ഷോക്ക് അബ്സർ ഉണ്ടല്ലോ, കുറച്ച് ടൈറ്റ് ആണ്. അത് കുറെ ഓടിക്കഴിയുമ്പോ ലൂസായിട്ട് ഫ്രീ ആവട്ടെ, ഒന്നുകൂടി ഫ്രീ ആവും. ആദ്യം ഇടുമ്പോ ആക്ഷൻ കുറച്ച് കുറവായിരിക്കും, എന്നാലും നേരത്തേലും വളരെ വ്യത്യാസം ഉണ്ടാവും. അതല്ലേ? ഇനിയിപ്പോ അതല്ലേ? ഇനിയിപ്പോ എന്തായാലും കുറച്ചുകൂടി ഓടിക്കുമ്പോ ബാക്ക് കുറച്ചുകൂടി ഷോക്ക് അബ്സർ ലൂസ് ആവുമ്പോ കുറച്ചുകൂടി സോഫ്റ്റ് കിട്ടും കേട്ടാ. ഇപ്പൊ എങ്ങനെയുണ്ട് നിലവിലെ കണ്ടീഷൻ? അതല്ലേ? നമുക്കൊന്ന് ഓടിച്ചു നോക്കിയാലാ? ഓക്കെ, വണ്ടി എടുത്തോന്നാ അച്ഛനെ. ഇതേ നോക്കിയാ നമ്മ സ്പ്രിങ് അറിയാണ്ടാ. നമ്മളെ പറ്റി വല്ലതും അറിയാമോ? എന്നെ പറ്റി 2 വാക്ക് പറഞ്ഞേക്ക്, പുകഴ്ത്തി പറ. പറ വച്ചാലേ. പോളേ എവിടെ പോളേ? ശരിയെന്നാ. പിന്നെ ഫാൻസ് ഇത് 2018 ആദ്യത്തെ CNG ആണ് ആപ്പേടാ. ഒരു മിനിറ്റ്, അതെടുക്കാം. 2018 BS4. ഞാൻ പറയണത് കേക്ക്. 2018 BS4 CNG ആപ്പേ. നോക്കിയേ, ആദ്യം ഇറങ്ങിയ ആപ്പയുടെ എഞ്ചിൻ. ഇവനൊക്കെ ആപ്പ സ്നേഹിയാണ്ടാ. ആപ്പ സ്നേഹി പോയി വണ്ടി എടുത്തിട്ട് പണി കിട്ടിയ വണ്ടിയാണ് ഇത്. 2018 ആപ്പ നിർത്തിക്കളഞ്ഞി. ഇത് ഈ ഓട്ടോടെ ഫ്രണ്ട് കാണിക്ക. അതെ, ഊയിസറാ പേര് നോക്കി. പേരപ്പിട്ട് പേരപ്പിട്ട് വെച്ചാലാ. ബാക്കിൽ നിൽക്കണ ആരാണ്? ആരത്? പേരെന്താ? എവിടെക്കണെന്ന് പറഞ്ഞ? പെരുമ്പാവൂരാ? നിന്നെ കാണാൻ വന്നാണാ? ഇപ്പൊ എത്ര കിലോമീറ്റർ ആയിടാ വണ്ടി? അതല്ലേ, ഞാൻ പറഞ്ഞല്ലേ 2018. 2 ലക്ഷമായാ? 2 ലക്ഷമായിട്ടാ. ആദ്യത്തെ ആപ്പയുടെ CNG എഞ്ചിനാട്ടാ, ഗ്രീവ്സിന്റെ. ഇപ്പൊ ഈ എഞ്ചിൻ വെച്ചുകൊണ്ടാണ് മറ്റേ ഗ്രീവ്സ് ഓട്ടോ ഇറക്കുന്നത്, CNG ഓട്ടോ ഇറക്കുന്നത്. ശരി 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 ശരി, നമുക്കൊരു റിവ്യൂ തന്നോട്ടെ ഇതിന്റെ. പെട്ടുപോയ റിവ്യൂ. ആപ്പ CNG എടുത്തിട്ട് 2018 ആപ്പ നിർത്തിക്കളഞ്ഞി പാവങ്ങള്. അപ്പൊ നമുക്കൊന്ന് ഓടിച്ചു നോക്കിയാലാ? അതെ, ഇവിടുന്ന് ഇങ്ങനെ ഒരു റൗണ്ട് എടുത്തോ. ഇങ്ങനെ ഒരു റൗണ്ട് എടുത്തിട്ട് ആ ഗട്ടറെ കൂടെ ചാടിച്ചിട്ട് ഇങ്ങോട്ട് പോര്. വണ്ടി വന്ന് നിന്ന് കഴിയുമ്പോ രാജന്റെ ചിരി കണ്ടോട്ടാ. ചാടിച്ചോ ചാടിച്ചോ. ചിരി വയ്ക്കോട്ടാ, ചിരി വയ്ക്കുക രാജൻ. ചിരി വയ്ക്കുക. അതല്ലേ, നമുക്കൊന്ന് ഓടിച്ചു നോക്കിയാലാ? കേറിക്കോട്ടെ. രാജൻ ഓടിച്ചിട്ട് എങ്ങനെയുണ്ട്? ആ ചിരി നോക്കിയാ. ഈ ചിരി കാണുമ്പോഴാണ് നമ്മുടെ മനസ്സ് വിരിയുന്നത്. എനിക്ക് ഭയങ്കര സന്തോഷമായി. വരണ്ടിരിക്കാണ് ഇത്രയും രൂപ കൊടുത്ത് ഈ വണ്ടി മേടിച്ചിട്ട് ഇതുപോലെ എന്നാ ചെയ്യുന്നു. ഇപ്പത്തെ നല്ല അടിപൊളിയായി. നേരത്തെ വ്യത്യാസമല്ലേ? ഇന്നലെ ഉണ്ട്. പിന്നെ ഈ ബജാജ് എക്സൈഡ് വലിയ ഓട്ടോറിക്ഷ, ഇത് വലിയ ഓട്ടോറിക്ഷ അല്ല, എക്സൈഡ് വലിയ തന്നെയാണ്, അറിയാൻ പറഞ്ഞു പോയതാണ്. അപ്പൊ ഇതില് നമ്മിത് കുറെ പരീക്ഷണങ്ങൾ നടത്തിയിട്ടാണ് ഇതിന്റെ സ്പ്രിങ് നമ്മൾ റെഡിയാക്കി എടുത്തത്. ആദ്യം ഞാൻ സോഫ്റ്റ് സ്പ്രിങ് ഇട്ട് നോക്കിയായിരുന്നു. സോഫ്റ്റ് സ്പ്രിങ് ഇട്ട് നോക്കിയിട്ട് സംഭവം നമ്മൾ ഓടിക്കുമ്പോ ഇങ്ങനെ തുള്ളി 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 ഒരു കൺട്രോൾ ഇല്ലാത്ത പോലെയാണ് പോയിക്കൊണ്ടിരുന്നത്. അപ്പൊ എനിക്ക് മനസ്സിലായത് പറ്റൂല, ഓടിക്കുമ്പോൾ ഒരു കൺട്രോള് നമുക്ക് കിട്ടുള്ളൂ. അങ്ങനെയാണ് ഞാൻ ഈ രീതിയിൽ ഉണ്ടാക്കി.
ഉണ്ടാക്കി നോക്കി കഴിഞ്ഞാല് നമുക്ക് ഒരിക്കലും ഈ ആപ്പയും ആൽഫയും ഓടിക്കണ ആ ഫീലിങ്സ് ബജാജിന്റെ വലിയ വണ്ടിക്ക്, ഇതായത് ഇസഡിനൊക്കെ നമുക്ക് റെഡിയാക്കി എടുക്കാൻ പറ്റും, വലിയ വണ്ടിക്ക് നമുക്ക് കിട്ടൂല. ഒന്നില്ലെങ്കിൽ സോഫ്റ്റ് ആയി കഴിഞ്ഞാൽ വണ്ടി തുള്ളി പോവും, ഹാർഡായി കഴിഞ്ഞാൽ ഒട്ടും ആക്ഷൻ കിട്ടൂല. അങ്ങനെയാണ് ഇതിന്റെ സസ്പെൻഷൻ. ആപ്പയുടെയും ആൽഫയുടെയും സസ്പെൻഷനും അതുപോലെ തന്നെ ബജാജിന്റെ സസ്പെൻഷനും വ്യത്യാസമുണ്ട്. അത് ഞാൻ നേരത്തെ വീഡിയോയിലും പറഞ്ഞിട്ടുണ്ട്. ഞാൻ പിന്നെ സ്പ്രിങ് മാറുന്ന വീഡിയോ ഒന്നും ചെയ്തില്ല. ഇഷ്ടം പോലെ നമ്മുടെ ചാനലിൽ സ്പ്രിങ് മാറുന്ന വീഡിയോ ഒക്കെ ഉണ്ട്. കാണാത്തവരുണ്ടെങ്കിൽ അത് പോയി കാണാവുന്നതാണ്. രാജൻ, ഇനിയിപ്പോൾ എനിക്ക് പറയാനുള്ളത് വണ്ടി ഒന്ന് ഓടിയൊന്ന് സ്മൂത്ത് ആവാനുണ്ട് കേട്ടോ. അതായത് ഫ്രണ്ട് കുഴപ്പമില്ല, ബാക്ക് ഓടിയ ഷോക്ക് അബ്സോർബർ ഒന്ന് ലൂസ് ആവാനുണ്ട്. ലൂസായി കഴിഞ്ഞാൽ ഒന്നും കൂടി സോഫ്റ്റ് ആവും. അല്ലെങ്കിൽ പിന്നെ നമുക്ക് റീകണ്ടീഷൻ ചെയ്യേണ്ടി വരും. അതായത് ഷോക്ക് അബ്സോർബർ എടുത്ത് പൊട്ടിച്ച് അതിൻ്റെ ഉള്ളിൽ മാറ്റങ്ങൾ വരുത്തി കഴിഞ്ഞാൽ സോഫ്റ്റ് ആക്കുക. അതായത് പെട്ടെന്ന് അടിയിലേക്കും മുകളിലേക്കും ഉള്ള പ്രവർത്തനം സോഫ്റ്റ് ആക്കുക. സോഫ്റ്റ് ആക്കി കഴിഞ്ഞാൽ ഷോക്ക് അബ്സോർബർ പെട്ടെന്ന് പോകും. അങ്ങനത്തെ ആവശ്യമില്ല. നമുക്കത് അതുമ്മക്ക് ഇടുന്ന തന്നെ ആയിക്കോട്ടെ. അപ്പൊ കുറച്ച് ഓടേണ്ടി വരും. കുറച്ചെന്ന് വെച്ചാൽ ശരിക്കൊന്നും ഓടേണ്ടി വരും കേട്ടോ. അത് ഓട്ടോമാറ്റിക് തന്നെ സോഫ്റ്റ് ആയിട്ട് വന്നോളൂ. ഇനി എന്ത് പ്രശ്നമുണ്ടെങ്കിൽ നമ്മൾ വിളിച്ചോട്ടാ, ഫുൾ ഗ്യാരണ്ടിയാണ്. അപ്പൊ നമ്മൾ 1 വർഷം ഗ്യാരണ്ടി നമ്മൾ കൊടുക്കുന്നുണ്ട് കേട്ടാ. എന്തുണ്ടെങ്കിലും വിളിച്ചോ കേട്ടാ. പിന്നെ അതോടൊപ്പം നമ്മുടെ ഇത് മറ്റുള്ള സുഹൃത്തുക്കളിലേക്ക് ഒന്ന് റെഡി ആയി കൊടുക്കുക. രാജേട്ടന്റെ മനസ്സ് സന്തോഷമായതാണ്ടില്ലേ. അപ്പൊ അതുപോലെ അവരുടെയും ഓടിക്കാനുള്ള വണ്ടി എന്ന് വെച്ചാൽ ഒരു വണ്ടിയുടെ സുഖം എന്ന് വെച്ചാൽ ഓടിക്കുമ്പോ നമുക്ക് കിട്ടുന്ന സുഖം അതില്ലെങ്കിൽ പോയി ഇല്ലേ. അപ്പൊ മറ്റുള്ളവരും റെഡിയാക്കി എടുക്കട്ടെ. അപ്പൊ അവരുടെ മനസ്സിൽ സുഖം കിട്ടട്ടെ. അപ്പൊ ഇനി ഹാപ്പി അല്ലേ? ഇനിയിപ്പോ ധൈര്യമായിട്ട് ഓടാല്ല. വണ്ടി എടുത്ത് ഒരാഴ്ച കഴിഞ്ഞപ്പോ വരണ്ടായിരുന്നു, ഞാൻ ഓർക്കുമായിരുന്നു. അടുത്തേക്ക് ഒരാഴ്ച വരുമ്പോ ഒരാഴ്ച കഴിഞ്ഞ് വരണ്ടായിരുന്നു. ഇപ്പൊ അതല്ലേ. അപ്പൊ ചങ്ക അത്ര പോകൂലായിരുന്നല്ലേ. ശരി, അപ്പൊ രാജൻ ഇവിടം വരെ വന്നതിൽ ഹാപ്പി ആണല്ലേ? ഇത്രയും കിലോമീറ്റർ ഓടിച്ച് വന്നതിൽ സന്തോഷമില്ലേ? ഭയങ്കര സന്തോഷമായി. അതെല്ലേ. ഇങ്ങനെയൊക്കെ സന്തോഷം കാണുമ്പോഴാണ് നമ്മുടെ മനസ്സ് വിരിയുന്നത് അല്ലേ. ഇത് ശരിക്കും പറഞ്ഞ ഈ സ്പ്രിങ്ങിന്റെ പ്രസ്ഥാനം എന്ന് വെച്ചാല് എന്റെ വണ്ടി ബജാജ് സെഡ് CNG ആണ്. അപ്പൊ എനിക്കും ഉണ്ടായി ഇങ്ങനെ ഭയങ്കര ചാട്ട് പറഞ്ഞ വണ്ടി എടുത്തപ്പോ. അപ്പൊ ഞാനിത് എന്റെ വണ്ടിക്ക് വേണ്ടി കണ്ടുപിടിച്ചാണ്. എന്റെ വണ്ടിക്ക് വേണ്ടി ഞാൻ കണ്ടുപിടിച്ച് പിന്നെ XYDന് ചെയ്ത് പിന്നെ നമുക്കിതൊരു ക്രൈസായി. എനിക്ക് ചെറുപ്പം മുതലേ തന്നെ വണ്ടി ക്രൈസാണ്. വണ്ടിയുടെ എന്ത് ഇതുണ്ടെങ്കിലും നമ്മുടേതായ അതിൽ നമ്മൾ സോഫ്റ്റ് ക്ലിയർ ആക്കി എടുക്കും. അത് അങ്ങനെ ക്ലിയർ ആക്കി മറ്റുള്ളവരിലേക്ക് അത് ഉപകാരപ്പെട്ട് അല്ലേ. ഭയങ്കരമായിട്ട് ഉപകാരപ്പെട്ടു. ഓക്കെ. പിന്നെ വേറൊരു കാര്യം കൂടെ എനിക്ക് പറയാനുള്ളത്, പെട്ടെന്നൊരു ആക്ഷൻ കിട്ടൂല കേട്ടോ. ഷോക്ക് അബ്സോർബർ സോഫ്റ്റ് ആയി കഴിഞ്ഞാലാണ് നല്ലൊരു ആക്ഷൻ കിട്ടുള്ളൂ. പിന്നെ ഞാൻ പറയാം, ആപ്പയും ആൽഫയും ഓടിച്ചിട്ട് ഇത് ഓടിക്കുമ്പോ അത്രയും നമുക്ക് കിട്ടാൻ സാധ്യത. സസ്പെൻഷനിലുള്ള വ്യത്യാസമാണ് അത്. എന്തായാലും ഇപ്പൊ കുറെ വ്യത്യാസമുണ്ട് അല്ലേ? ഒരുപാട് വ്യത്യാസമുണ്ട്. പിന്നെ അപ്പൊ നമ്മുടെ ചാനലൊക്കെ കാണാറുണ്ടോ? ഉമ്മന്നൊക്കെ പടച്ചോനെ. ആദ്യമായിട്ടാണ് നമ്മുടെ സബ്സ്ക്രൈബറിന് എനിക്കൊരു ഉമ്മ കിട്ടണത്. എന്റെ മനസ്സ് ഇങ്ങനെ വിങ്ങയാണ്, കണ്ണീന്ന് വെള്ളം വന്നില്ല എന്നുള്ളൂ. അപ്പൊ നമ്മുടെ വീഡിയോ ഇഷ്ടമായാലൊന്ന് ലൈക്ക് ചെയ്യുക. അതോടൊപ്പം നമ്മുടെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തു വെക്കുക. പിന്നെ ഈ വീഡിയോ മറ്റുള്ള ഓട്ടോ സുഹൃത്തുക്കളിലേക്കൊന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക, പ്രത്യേകിച്ച് XYD ഓട്ടോറിക്ഷ ഉള്ളവരിലേക്ക്. എന്നാ പിന്നെ അടുത്തൊരു വീഡിയോയുമായി ഉടൻ വരുന്നതാണ് മുനീർ ഓട്ടോക്കാരൻ.